ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് പ്രാവശ്യത്തെ ഇടിച്ചക്ക ഉപ്പേരി കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക അതിനറിയില്ല. അപ്പോൾ നമ്മളിതാ ഇടിച്ചക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ കത്തിക്ക് മുറിച്ച് കുറവായതിനെ കൊണ്ട് പ്രയാസമായപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ അതൊക്കെ ഒന്ന് മുകളിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കുക്കറിലോട്ട് ഇടുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇതങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴുകി നല്ല വൃത്തിയാവണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പുഴുങ്ങാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പ്രയാസമാവും ഇങ്ങനെ ഇടിച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളാണല്ലോ. പിന്നെ മോനെ ഉറക്കിയിട്ടായിരുന്നു കേട്ടോ ഞാൻ 7 മണിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും അവൻ എണീറ്റ്. പിന്നെ അതവിടെ നിന്ന് അതിൻ്റെ കളറൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഇടിഞ്ചക്ക കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവില്ലേ, പക്ഷെ അത് അറിയുന്നത് ഓർത്തിട്ടാവും എല്ലാവർക്കും മടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കോണ്ട് കേട്ടോ. വെരി സിമ്പിളാണ്. ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് കുറയുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും, ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴുകി ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കർ അടിച്ച് വെക്കണം. എന്നിട്ട് ഒരു 3 വിസിലാട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അപ്പോൾ തന്നെ വിസിൽ കളയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കളറ് മാറും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിസിൽ കളഞ്ഞിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും എത്ര സിമ്പിളാണെന്നുള്ളത്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കിട്ടുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ ഇങ്ങനെ സമയം കളയുന്നത്. അങ്ങനെ നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കപ്പോഴേക്കും അതിൽ അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. തേങ്ങ പൊളിക്കുമ്പോൾ അതിലുള്ള വെള്ളം കുടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ തേങ്ങ പൊളിക്കണമെങ്കിലും അതൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് കുടിക്കും. രാവിലെ ആയാലും എപ്പോഴായാലും തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം മക്കൾക്കായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മുറി തേങ്ങ അടച്ച് വേണ്ടത്. അപ്പോൾ ഞാനിതാ മുറി തേങ്ങ ചിരണ്ടുകയാണ്. അങ്ങനെ തേങ്ങ അവിടെ ചിരവി മാറ്റി വെച്ചപ്പോൾ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫാനിട്ട് അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ അത് ചൂടാറിയപ്പോൾ ഞാൻ എന്താക്കി അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മിൻ്റെ ചെറിയ കുട്ടി ഉണ്ടല്ലോ, എന്തിപ്പോൾ അതിന് പറയാമെന്നറിയില്ല, ആ സാധനം വെച്ചിട്ട് കുത്തിയിട്ട് നമുക്കത് ഉടച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ അത് ഫുള്ളായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അരപ്പിന് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ചീരുള്ളി, 2 വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ നമ്മളെ ചീരാമുളക്, കരിയാമ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ ഇടിഞ്ചക്ക തോരൻക്ക് എനിക്ക് ചെറിയ ചീരക ഇടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല തിന്നായിട്ട് അരക്കണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുക്കുക, അതാ ടേസ്റ്റ്. പിന്നെ നമ്മളത് അരപ്പ് ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ. നമ്മൾ ഇടിഞ്ചക്കയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക, എരിവ് അവരവരുടെ ആവശ്യത്തിനൊക്കെ ഇടുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇടിഞ്ചക്കയിലോട്ട് നല്ല അരപ്പൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടൊന്ന് കടുക് മൂപ്പിച്ചിട്ട് ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ, കടുക്. അപ്പോൾ നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇടുമ്പോഴുള്ളൊരു പൊട്ടിപ്പൊരി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കടുക് ഇങ്ങനെ പൊട്ടുന്നത് കാണാനും അതിൻ്റെ സൗണ്ട് കേൾക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണത്, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാനിതാ കരിവേപ്പിലയും നമ്മളെ വറ്റൽമുളകും എല്ലാം കൂടെ ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളത് നേരെ നമ്മളെ ഇടിഞ്ചക്ക തോരനിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, ഈസിയാണ്. നമ്മൾ അരിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കുകയൊന്നും വേണ്ട, അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കൊണ്ട് കേട്ടോ, വെരി ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.